ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ആ പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിപ്പിച്ചത്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ നിരക്ക് വർധന ബാധകമാണ്. ഇന്നലെ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സമ്മർ താരിഫ് വേണമെന്ന KSEBയുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അതേസമയം നിരക്ക് വർദ്ധിപ്പിക്കാതെ നിവൃത്തിയില്ല എന്നാണ് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. വലിയ വർധനവ് എല്ലാവർക്കും ദോഷം തന്നെ, അത് ഞാൻ പക്ഷേ നിവൃത്തിയില്ല. അതുകൊണ്ട് വർദ്ധിപ്പിച്ചതിൽ വലിയ അപാകതയില്ല എന്നുള്ളതാണ്. അത്രയും ചെറിയ വർധനവേ വന്നിട്ടുള്ളൂ. പക്ഷേ മറ്റ് ക്രോസ് സബ്സിഡി ഉള്ളത് കൊണ്ടൊക്കെ ആ വർധനവ് എടുക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല. 1000 മെഗാവാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല. 32,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയവിടെ താരിഫ് വർദ്ധിച്ചിട്ടില്ല. ഏകദേശം 38,000 ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർക്ക് പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ UDF സംസ്ഥാന വ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊരു കാര്യമായ വർധനയല്ല എന്ന് വൈദ്യുതി മന്ത്രി ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് സാധാരണക്കാരെ, ഉപഭോക്താക്കളെ ബാധിക്കില്ല എന്നൊക്കെയായിരുന്നു ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇത് നിരക്ക് വർധന എന്നത് എല്ലാവർക്കും ബാധകമാണ്, അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞാലും ഇത് ഒരു കാര്യമായ വർധന നമ്മുടെ പ്രതിമാസ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഉണ്ടാകും എന്നത് ഉറപ്പല്ലേ? തീർച്ചയായും പ്രതിമാസ ബില്ലിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമാസ ബില്ലിൽ മാറ്റമുണ്ടാകും, വർധനയുണ്ടാകും. അത് നിലവിൽ KSEB പറഞ്ഞിരിക്കുന്നത് ശരാശരിയാണ് 16 പൈസ. കൃത്യമായി വിവിധ സ്ലാബുകളിൽ 5 പൈസ മുതൽ 20 പൈസ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് യൂണിറ്റിനാണ്. ഒപ്പം ഫിക്സഡ് ചാർജ് 5 രൂപ മുതൽ 30 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് വിവിധ സ്ലാബുകളിലാണ്. ഈ രീതിയിൽ വിവിധ സ്ലാബുകളിൽ വർധന 5 പൈസ മുതൽ 20 പൈസ വരെ യൂണിറ്റിനും 5 രൂപ മുതൽ 30 രൂപ വരെ ഫിക്സഡ് ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ 16 പൈസയാണ് ശരാശരി യൂണിറ്റിന് വർദ്ധിച്ചിരിക്കുന്നത്. അത് ഈ വർഷമാണ്. അടുത്ത വർഷം അത് 12 പൈസയും കൂടുതൽ വർദ്ധിക്കും. അതിനുശേഷം 2026-27 കാലഘട്ടത്തിൽ നിലവിൽ വർധനവില്ല. പക്ഷേ KSEB മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാന ആവശ്യമായിരുന്നു സമ്മർ താരിഫ്. പക്ഷേ സമ്മർ താരിഫ് നിലവിൽ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. അതായത് ജനുവരി മുതൽ മെയ് മാസം വരെ 10 പൈസ അധികമായി ചാർജിന് ഈടാക്കണമെന്നുള്ള നിർദ്ദേശം അത് അംഗീകരിച്ചിട്ടില്ല. അതുകൂടാതെ പീക്ക് ടൈം, അതായത് വൈകുന്നേരങ്ങളിൽ 6 മുതൽ 11 വരെയുള്ള സമയങ്ങളിൽ അധിക ചാർജ് ഈടാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതും അംഗീകരിച്ചിട്ടില്ല. നിലവിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അവകാശവാദം നിലവിൽ ജീവിത നിലവാരം എന്ന് പറയുന്നത് നിലവിൽ 5.19%. അത് 2024 അത്രയും വർധനമൊന്നും വരുത്തിയിട്ടില്ല എന്നും 2024-25 കാലഘട്ടത്തിൽ 2.3%, 2025-26 കാലഘട്ടത്തിൽ 1.75% വർദ്ധിച്ചിട്ടുള്ളൂ എന്നുള്ള സാങ്കേതിക പദങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് നിലവിൽ വർധനമില്ല. 40 യൂണിറ്റിന് മുകളിൽ വർധന ബാധകമാണ് എന്നുള്ളതുമാണ്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ ജനങ്ങളുടെ കണക്കുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതായത് നിലവിൽ 100 യൂണിറ്റ് ശരാശരി ഒരു വീട്ടിൽ ഒരാൾ 100 യൂണിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിലവിൽ അവരുടെ യൂണിറ്റിന് അടക്കേണ്ടി വരുന്നത് 65 രൂപ ഫിക്സഡ് ചാർജും ഒപ്പം 4 രൂപ 5 പൈസ യൂണിറ്റിൻ്റെ ചാർജുമാണ്. അതായത് 470 രൂപ എനർജി ചാർജ് മാത്രമേ അടക്കേണ്ടി വരും. അതുകൂടാതെ മീറ്റർ വാടകയുണ്ട്, മീറ്ററിൻ്റെ ടാക്സ് ഉണ്ട്, ഇതിൻ്റെ വൈദ്യുതിയുടെ ടാക്സ് ഉണ്ട്. അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ എനർജി ചാർജ് മാത്രം നോക്കുകയാണെങ്കിൽ 470 രൂപ എനർജി ചാർജായി മാത്രം അടക്കേണ്ടി വരും നിലവിൽ. പക്ഷേ അത് ഇനി പുതിയ വർധന പ്രകാരം ഇപ്രകാരമാണ്. ഫിക്സഡ് ചാർജ് 65 എന്നുള്ളത് 75 മാറും. ഒപ്പം യൂണിറ്റിന് 15 പൈസയാണ് 100 യൂണിറ്റിന് കൂടുന്നത്. അതായത് 405 രൂപ അടച്ചുകൊണ്ടിരുന്നവർ 415 മാറും. അതായത് 100 യൂണിറ്റ് ഒരു മാസം ചിലവഴിക്കുന്ന ഒരു ഗാർഹിക ഉപഭോക്താവ് നേരത്തെ നമ്മൾ വൈദ്യുതി ഉപഭോഗത്തിന് ചാർജ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 470 രൂപയായിരുന്നു അടച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ അത് 490 രൂപയായി മാറും. അതായത് 20 രൂപയുടെ വർധന. അത് 2 മാസത്തെ ബില്ല് ഒന്നിച്ചു വരുമ്പോൾ സ്വാഭാവികമായി 20 രൂപ എന്നുള്ളത് 40 രൂപയായി മാറും. അതായത് കഴിഞ്ഞ മാസം വരെ 20 രൂപ ഇത്തരത്തിൽ ഈ ഒരു ബില്ല് 470
470 എന്നുള്ളത് 490 മാറുന്നു. അത് 2 മാസത്തെ ഒന്നിച്ച് വരുമ്പോൾ 40 രൂപയുടെ വർധന. അത് 200 എന്നുള്ള, അതായത് 200 യൂണിറ്റ് ഒരു മാസം ഉപയോഗിക്കുന്ന ഉപഭോക്താവിനാണെങ്കിൽ നിലവിലെ ചാർജ് ഇപ്രകാരമാണ്: 130 രൂപ ഫിക്സഡ് ചാർജ്, ഒപ്പം 1640 രൂപ അവരുടെ എനർജി ചാർജ്. അത് അടുത്ത മാസം ആകുമ്പോൾ അത് ഇപ്രകാരം മാറും: 145 രൂപ, അതായത് 15 രൂപ ഫിക്സഡ് ചാർജിൽ മാറുന്നു, ഒപ്പം 1670 രൂപ യൂണിറ്റ് ചാർജിൽ മാറുന്നു. ടോട്ടൽ വരുമ്പോൾ 1815. അതായത് ഈ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 45 രൂപ, 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ 45 രൂപ അധികമായി ഇനി മുതൽ അടക്കേണ്ടി വരും. 2 മാസത്തെ ബില്ല് വരുമ്പോൾ അത് 90 രൂപയാകും. അതിൽ ടാക്സ് അടക്കം കൂട്ടുമ്പോൾ 200 യൂണിറ്റ് ശരാശരി ഒരു മാസം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ബില്ല് വരുമ്പോൾ അത് 100 രൂപ അഡീഷണൽ വരും. ഒരു മാസത്തെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 രൂപ, 2 മാസം ഒന്നിച്ച് വരുമ്പോൾ അത് 100 രൂപയായി മാറും. ഇതിൽ ഏറ്റവും ഉയർന്ന നിരക്ക് എന്ന് പറയുന്നത് 500 മുകളിലാണ്. 500 മുകളിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് നിലവിൽ ചാർജ് വർധന 20 പൈസയാണ്. ഏറ്റവും കൂടുതൽ യൂണിറ്റിന് വർധന വരുത്തിയിരിക്കുന്നത് ഈ സ്ലാബിലാണ്. അതായത് 500 മുകളിൽ 20 പൈസയാണ് ഇവർക്ക് യൂണിറ്റ് വർദ്ധിച്ചിരിക്കുന്നത്. ശരി ഉമേഷ്, എന്തായാലും ഇത് കാര്യമായ വർധന തന്നെയാണ്. അപ്പോൾ അത് മന്ത്രി പറയുന്നത് പോലെ സാങ്കേതിക ന്യായങ്ങളൊക്കെ പറയുമ്പോഴും സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാകും, അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് അത് കൂടും, വലിയ തോതിൽ കൂടും എന്നതിൽ തർക്കമൊന്നുമില്ല. ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം നേതൃത്വം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കൂടുതൽ പ്രതികരണങ്ങൾ ഒക്കെ വരാനിരിക്കുന്നതുള്ളൂ. ഇന്ന് രാവിലെ കൊല്ലത്ത് KSEB ഓഫീസിലേക്ക് ഈ തീരുമാനം വരുന്നതിന് മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം, അത് സംഘർഷത്തിൽ കലാശിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങൾക്കൊക്കെയുള്ള സാധ്യത അടുത്ത മണിക്കൂറുകളിലും നാളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സുകൾക്കിടയിൽ കുടുങ്ങി ബാങ്ക് ജീവനക്കാരന് ദാരുണാന്ത്യം. കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത്. അപകടത്തിൽ 2 ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരണ വഴിക്ക് എവിടെയാണ് സൗകര്യം അവിടെ കൊണ്ട് കയറും. ഇന്ന സ്റ്റോപ്പ് നിർത്തിയിട്ട് ഇന്ന ആളിനെ എടുക്കണം എന്നുള്ള ആ ചിന്താഗതിയൊന്നുമില്ല. പോലീസ് കണ്ടാലും കണ്ടില്ലെങ്കിലും കണക്കിയിരുന്നു. റോഡ് ക്ലോസ് ചെയ്ത് പോവരുത്. പോയപ്പോഴത്തേക്ക് സിറ്റി ബസ്സും പ്രൈവറ്റ് ബസ്സും കൂടെ വന്ന് ഇടിച്ചതാണ്. ഇടിച്ചപ്പോൾ ബോട്ടിൽ നമ്മളെല്ലാം കൂടെ കയറി ഇറങ്ങി. പക്ഷേ സിറ്റി ബസ്സിൽ ഇരുന്ന അവരിറങ്ങിയിട്ടില്ല. നിയമം പാലിക്കുന്നില്ല അവർ ഒന്നും. നിയമം പാലിച്ചിരുന്നെങ്കിൽ ഇത്രയും സംഭവിക്കത്തില്ല. ഇവിടെ തന്നെയാണ് കൂടുതൽ അപകടം ഉണ്ടാവുന്നത് തന്നെ. പോലീസുകാർ അവരെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ പോവുകയാണ് ചെയ്യണത്. അവരൊന്നും നോക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും വരത്തില്ലായിരുന്നു. വേറെ വല്ലത്തിനാണെങ്കിൽ അവർ കാണുമായിരുന്നു. ഇന്നാളെ 1 മാസം മേടിച്ച് ഒരു അമ്മച്ചി മരിച്ച്. അതങ്ങനെയൊക്കെയാണ്. നമ്മൾ ക്ലോസ് ചെയ്ത് അപ്പുറത്ത് പോകുന്ന സമയത്താണ് അമ്മച്ചി മരിച്ചത്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം പോലീസ് കേസെടുത്തു എന്നതാണ്. അപ്പോൾ KSRTC ഡ്രൈവർക്കെതിരെയും സ്വകാര്യ ബസിന്റെ ഡ്രൈവർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുണ്ടാവുക. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അന്വേഷണത്തിന് ഗതാഗത മന്ത്രി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടല്ലേ? വിജയകുമാർ, 2 കാര്യങ്ങളാണ് അതിലേറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് പോലീസിന്റെ കേസാണ്. 2 ബസ്സിന്റെയും ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം വിട്ടയക്കുമോ അതോ കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഗതാഗത മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതാണ്. പ്രാഥമിക റിപ്പോർട്ട് 24 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണം എന്നാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജുവിനോട് ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴും ഈ അപകടം ഉണ്ടാക്കിയത്, അത് നിരന്തരമായ സ്ഥലത്ത് അപകടം ഉണ്ടാകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഗൗരവമായി അധികൃതർ എന്തായാലും കാണേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയായിരുന്നു ദാരുണമായി ഈ അപകടമുണ്ടായത്. ചാല ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് ശേഷം തിരികെ മടങ്ങി വരും വഴിയാണ് ഉല്ലാസ് ബാബു എന്ന കേരള ബാങ്ക് ജീവനക്കാരന് ജീവൻ നഷ്ടമാകുന്നത്. അതും സീബ്ര ക്രോസിലൂടെ തന്നെ കൃത്യം നിയമപരമായി തന്നെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. സിഗ്നൽ വീണപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഒരേ സമയം 2 വശങ്ങളിലേക്ക് തിരിഞ്ഞും കുറുകയും, റോഡിൽ നേരെയും കുറുകയും ഇട്ടിരുന്ന 2 ബസ്സുകൾ ഒരേപോലെ എടുത്തതോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. അതിനുശേഷം ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരൽപ്പം പുറകിലേക്ക് എടുത്തിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന്. ആളുകൾ ഉൾപ്പെടെ ബഹളം വെച്ചിട്ടും ഈ 2 ജീവനക്കാരും ബസ് പുറകിലേക്ക് എടുക്കാനോ മാറ്റിക്കൊടുക്കാനോ തയ്യാറാകാത്തൊരു സാഹചര്യം
സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് ആ ബസ്സിനിടയിൽ ഞെരിഞ്ഞമർന്ന് അതിദാരുണമായി ഉല്ലാസ് മുഹമ്മദ് എന്ന ബാങ്ക് ജീവനക്കാരൻ മരിച്ചത്. അതിന് പിന്നാലെ ഈ അപകട സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിച്ച സാഹചര്യമുണ്ടായി. പിന്നാലെ ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ എന്നതുപോലെയായിരുന്നു അവിടുത്തെ ബസ്സിൻ്റെയൊക്കെ തോന്നിയ പടിയുള്ള പോക്കും വരക്കവും നിർത്തലുമൊക്കെ. അതിനുശേഷം മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി അവിടേക്ക് എത്തിയതിന് പിന്നാലെയാണ് പോലീസ് പോലും കാര്യമായി ഇടപെട്ടത്. അതിനുശേഷമാണ് ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചത്. ഈ പ്രദേശത്ത് സ്ഥിരമായി തന്നെ ഇത്തരത്തിൽ ട്രാഫിക് നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് KSRTC ബസ്സും സ്വകാര്യ ബസ്സും തമ്മിലുള്ള മത്സരം നടക്കാറുണ്ട്. അതും KSRTC ബസ്സിൻ്റെ പാർക്കിംഗ്, KSRTC ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ ഒരു വശത്ത്. ആ സ്ഥലത്തേക്ക് പോലും അത് കൃത്യമായുള്ള എൻട്രൻസിലൂടെ കയറുകയും കൃത്യമായ എക്സിറ്റിലൂടെ പോവുകയുമല്ല KSRTC ബസ് ചെയ്യുന്നത്. അതിന് പകരം തോന്നും വഴി കയറി സ്റ്റാൻഡിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രൈവറ്റ് ബസ് ആകട്ടെ ഈ സ്ഥലത്ത് അവർക്ക് സ്റ്റോപ്പ് പോലും ഇല്ല. പക്ഷേ അവിടെ തന്നെ നിർത്തിയിടും. ട്രാഫിക് നിയമങ്ങളൊക്കെ പരമാവധി ലംഘിക്കുക എന്നുള്ളതൊക്കെ സ്ഥിരം കാഴ്ചയുമാണ്. ഇതിന് പലതവണ പല വിലയും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. 6 മാസത്തിനിടെ ഇത് 3ാമത്തെ മരണമാണ് അവിടെ സംഭവിക്കുന്നത്. വളരെയധികം 30-ലധികം അപകടങ്ങളും ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വിജയകുമാർ. സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്. മത്സര ഓട്ടം, അശ്രദ്ധ, നിയമലംഘനം എന്നു വേണ്ട ഒരു ജീവൻ എടുത്തതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോയാൽ അങ്ങേയറ്റം ഗുരുതരമായ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല കൊച്ചിയിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം സംബന്ധിച്ച് എത്രയോ തവണ നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ സമയത്തുള്ള ഇടപെടൽ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. പിന്നീട് പഴയപടി തന്നെ അത് തിരുവനന്തപുരത്ത് അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് നടൻ ദിലീപിൻ്റെ ശബരിമലയിലെ ദർശനം സംബന്ധിച്ച് കോടതി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് ചോദിച്ചിരുന്നു. ദിലീപിന് എങ്ങനെയാണ് VIP പരിഗണന അവിടെ ലഭിച്ചത് എന്നത്. അതിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു അറിയിക്കുന്നു. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച കൊടുക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ നാളെ തന്നെ നൽകും. ആഭ്യന്തര വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ CCTVയിലെല്ലാം ഉണ്ട്. അത് ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിശദമായ കണക്കുകൾ നൽകാൻ സംസ്ഥാനം വൈകിയെന്നാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിലെ കുറ്റപ്പെടുത്തൽ. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയത്. എന്നാൽ ഏറെ വൈകിയാണ് സംസ്ഥാനം നിവേദനം നൽകിയതെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി നൽകിയ കേന്ദ്രം വീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. 3.5 മാസത്തിന് ശേഷമാണ് 2219 കോടിയുടെ സഹായം കേരളം ആവശ്യപ്പെട്ടത്. ഇതുവരെ 291 കോടി രൂപയുടെ സഹായം നൽകിയെന്നും കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചതാണെന്നും കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും റവന്യൂ മന്ത്രി K രാജൻ പ്രതികരിച്ചു. കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഈ 4 മാസക്കാലമായി അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവുമില്ല. ആഗസ്റ്റ് 17 കേരളം കൊടുത്ത നിവേദനം എവിടെ പോയി? ആ മെമ്മോറാണ്ടം എവിടെ പോയി? ആ മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിവേദനത്തിന്റെ റിമൈൻഡർ കൊടുത്തല്ലോ, പരിശോധിക്കാം എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇതിനിടെ സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് സംസ്ഥാന സർക്കാർ അറിയിക്കണം. എത്ര ഫണ്ട് നൽകിയെന്നും ഇനി എത്ര കൊടുക്കുമെന്നും കേന്ദ്രവും വ്യക്തമാക്കണം. സാങ്കേതിക പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നാളെ SDRF അക്കൗണ്ട് ഓഫീസർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഫിൻജാൽ ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ തമിഴ്നാടിന് 944 കോടി രൂപ കേന്ദ്ര സഹായം. കേന്ദ്ര സംഘം തമിഴ്നാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സഹായം പ്രഖ്യാപിച്ചത്. മുഹമ്മദ് റയീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റയീസ്, ഇതിപ്പോൾ കേന്ദ്ര സംഘം വന്നു, അവിടെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ട് പിന്നാലെ ആദ്യ ഗഡു എന്ന നിലയിൽ 944 കോടി രൂപ അനുവദിച്ചു. അങ്ങനെ വേണം കരുതാൻ അല്ലേ?
വിജയകുമാർ, അതെ, ഇത് ആദ്യ ഘട്ട സഹായമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അല്പസമയം മുമ്പാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത്. അതായത് സെഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നത്, മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരിട്ട് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് 2400 കോടി രൂപയാണ്. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി സ്റ്റാലിനെ വിളിക്കുകയുണ്ടായി. ശേഷം ഒരു അടിയന്തര സഹായം എന്തായാലും നൽകും എന്നുള്ള കാര്യം ഉറപ്പു നൽകിയിരുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തമിഴ്നാടിന് ആദ്യ ഗഡു സഹായം ലഭിച്ചിരിക്കുകയാണ്. 944 കോടി രൂപയാണ് കേന്ദ്ര സഹായമായി ഇപ്പോൾ തമിഴ്നാടിന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദുരിതബാധിത പ്രദേശങ്ങളൊക്കെ തന്നെ ഈ കേന്ദ്ര സംഘം സന്ദർശിച്ചിരുന്നു. ഇതിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ആ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ, ഫൈനൽ റിപ്പോർട്ട് നൽകിയിട്ടില്ല, പക്ഷേ സംഘം ഇവിടെ എത്തി പ്രാഥമികമായി കാരണങ്ങൾ, ഈ ഇവിടെയുള്ള അവസ്ഥ, പ്രധാനമായും 4 ജില്ലകളിൽ സംഭവിച്ച വൻ നാശനഷ്ടത്തിന്റെ ഒരു പ്രാഥമിക കണക്ക് മാത്രമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ 944 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര സഹായമായി നൽകിയിട്ടുണ്ട്. 2400 കോടി രൂപയാണ് കേന്ദ്രത്തിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷെ എന്തായാലും ആദ്യഘട്ടം എന്ന് നിലവിൽ കണക്കാക്കാം. അത്തരത്തിൽ 944 കോടി രൂപ. ശരി മുഹമ്മദ് റയീസ്, 24 കണക്റ്റിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ തിരുവനന്തപുരത്ത് നിർധന കുടുംബത്തിന് തണലൊരുങ്ങുന്നു. ഫ്ലവേഴ്സ് ഹോം പ്രോജക്ട് വഴി തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന 3ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ പുലയനാർ കോട്ടയിൽ നടന്നു. തിരുവനന്തപുരം പുലയനാർകോട്ട മംഗലത്തുകോണം സ്വദേശികളായ ജയൻ വിജയ ദമ്പതികൾക്കാണ് തലചായ്ക്കാൻ സുരക്ഷിത ഇടം ഒരുങ്ങുന്നത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 കണക്റ്റുമായി ചേർന്ന് ആദ്യഘട്ടത്തിൽ 100 ഭവനങ്ങൾ ഒരുക്കുന്നതാണ് പദ്ധതി. ഫ്ലവേഴ്സ് ഹോം പ്രൊജക്ട് വഴി തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന 3ാമത്തെ ഭവനമാണിത്. കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പുതിയ വീടിന് തറക്കല്ലിട്ടു. ട്വൻറ്റി ഫോറിൻ്റെ വാർത്ത വെച്ചപ്പോൾ ഒരു ന്യൂസിൽ എനിക്ക് നമ്പർ കിട്ടി, 100 വീട് വെച്ച് കൊടുക്കുന്നതായിട്ട്. അങ്ങനെ ഞാൻ അതിൽ ആ നമ്പർ നോട്ട് ചെയ്ത് വിളിച്ചതാണ്. അപ്പം നമുക്ക് ഒരു വീട്ടിന് അനുവദിച്ചു. ഞങ്ങൾ 2 രൂപ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കൂടെ സഹകരണം കൊണ്ട് നമുക്കൊരു വീട് ഇങ്ങനെ കിട്ടി. എത്രയും പെട്ടെന്ന് പൂർത്തിയായി കയറി കിടക്കാനുള്ളൊരു അടച്ചുറപ്പുള്ളൊരു വീട് കിട്ടട്ടെ. വേഗത്തിൽ പണി പൂർത്തിയാക്കി പുതിയ വീട്ടിൽ താമസം തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. 24 കണക്ടർ റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ്, തിരുവനന്തപുരം താലൂക്ക് കോർഡിനേറ്റർ സാജൻ, FFC മെമ്പർ റോബിൻ, വാർഡ് കൗൺസിലർ സുരേഷ്, 24 കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.